നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ കേരള കണക്റ്റിലേക്ക് സ്വാഗതം. പകർച്ചപ്പനി എങ്ങനെ തടയാം എന്നതാണ് ഇന്നത്തെ കേരള കണക്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ആരോഗ്യം എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ മാറി മാറി വരുന്ന കാലാവസ്ഥയും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിലുള്ള തോതും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായി എടുത്തിട്ടുള്ള ഈ ഒരു വിഷയവും അതുകൊണ്ട് തന്നെ വളരെയധികം നമുക്ക് പ്രതിരോധത്തിനായും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ പകർച്ചവ്യാധികൾ തടയാം എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. നമുക്കൊപ്പം ഉള്ളത് തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻസിലെ HOD ആയ ഡോക്ടർ ഷിജു സ്റ്റാൻലിയാണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ മാറി മാറി വരികയാണ്. അപ്പം നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായും കണ്ടുവരുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്? ഇത് എല്ലാ വർഷവും ഇതേപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. ബേസിക്കലി ഇപ്പോൾ നമ്മൾ മഴക്കാല രോഗങ്ങൾ, ഈ ക്ലൈമറ്റ് സഡനായിട്ടുള്ള ചേഞ്ച് വരുമ്പോൾ പലപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം കാണുന്നതാണ് കൂടുതലായിട്ടും വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഇതാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ആക്ച്വലി മഴ തുടങ്ങുന്ന തൊട്ട് മുമ്പേ നമ്മൾ ഷിഗല്ലയെ പറ്റി പറഞ്ഞു, പിന്നെ ഇടയ്ക്ക് നിപ്പ ഇൻഫെക്ഷൻ, പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് അഗെയിൻ ഡെങ്കിപ്പനി കൂടി വരുന്നുണ്ട്. കൂടാതെ ഈ മഞ്ഞനോവ്, പിന്നെ അല്ലാതെ വരുന്ന വയറിളക്കവും ഫുഡ് പോയ്സൺ കൊണ്ടുള്ള കാര്യങ്ങൾ, പിന്നെ നോർമൽ വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇതൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഡോക്ടർ, ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനം ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളുടെ വ്യാപനത്തോതിനെ ബാധിക്കാറുണ്ടോ? ഈ കാലാവസ്ഥ വ്യതിയാനം വരുന്നത് ഒന്ന് നമ്മളെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, നമ്മളിപ്പോൾ പല ഒരു സിസ്റ്റമായിട്ട് ഒരു ക്ലൈമറ്റുമായിട്ടൊന്ന് സ്യൂട്ടബിളായിട്ട് നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ആയിട്ട് പോകുമ്പോൾ സഡൻ ഒരു ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. എസ്പെഷ്യലി നമ്മൾ ആക്ച്വലി നല്ലൊരു ഇമ്മ്യൂണിറ്റി, നല്ല ഹെൽത്ത് ഉള്ളവർക്ക് പൊതുവേ അത്രത്തോളം വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാറില്ല. ഈവൻ ചെറിയ രീതിയിലുണ്ടായാൽ തന്നെ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പൊതുവേ വരുന്നതെല്ലാം ഇമ്മ്യൂൺ റെസ്പോൺസ് കുറഞ്ഞവർക്കാണ് കൂടുതലായിട്ടിത് കോംപ്ലിക്കേറ്റ് ആയിട്ട് മാറുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് അറിയാം, നമുക്കിപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വളരെയധികം നമുക്ക് ഭീഷണിയായിട്ട് പടർന്നു പിടിച്ച ഒരു പകർച്ചവ്യാധിയാണ് ഷിഗല്ല. അപ്പോൾ ഷിഗല്ല പോലെയുള്ള ബാക്ടീരിയകളുടെ ഈ ഒരു പടരുന്ന ഈ ഒരു സാഹചര്യം നമ്മൾ എത്രത്തോളം ഗുരുതരമായാണ് കാണേണ്ടത്? നമ്മൾ എത്രത്തോളം അതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം? ഈ ഷിഗല്ല ഇൻഫെക്ഷൻ ഈ പറയുന്ന പോലെ വലിയൊരു ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ് അല്ല എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആക്ച്വലി ഈ ഷിഗല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ മുമ്പ് വരുന്ന വയറിളക്കവും മറ്റു പ്രയാസം വരുന്ന പോലത്തെ അസുഖം തന്നെയാണ്. ആക്ച്വലി ഇതിൽ നമ്മൾ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വയറിന് ബുദ്ധിമുട്ടും, വയറിളക്കം പോലെ വരിക, പനി ഉണ്ടാകും, ചെറിയ ബോഡി പെയിൻ, ഇതെല്ലാം സാധാരണ വരുന്ന പോലെ വന്നിട്ട് ഇത് കൂടുതൽ സീരിയസ് ആകുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലഡി ഡയറിയ എന്ന് പറഞ്ഞാൽ മലത്തിൽ കൂടെ രക്തം പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് കുറച്ചുകൂടെ റിസ്ക്കിയാണ്. കാരണം എസ്പെഷ്യലി ഇതിന് പ്രത്യേകിച്ച് ഇന്ന മരുന്ന് എന്നുള്ളൊരു സംഭവം ഇല്ല. ഇത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കവർ ചെയ്യുക. കോംപ്ലിക്കേഷൻ മെയിനായിട്ടുള്ള കണ്ടിന്യൂസ് ഡയറിയ വരുമ്പോൾ എന്താണ് നമ്മളെ ശരീരത്തിലുള്ള ജലാംശം നഷ്ടപ്പെടുകയും അതുപോലെ ഇലക്ട്രൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനത്തെ ഇലക്ട്രൈറ്റ്സ് എല്ലാം നമ്മളെ ബോഡിയിൽ നിന്ന് ലോസ് ആവുകയും അങ്ങനെയാണ് ക്ഷീണിതാവസ്ഥയിൽ പോയി പിന്നെ കോംപ്ലിക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മരണത്തിലോട്ട് പോകുന്നുള്ള കണ്ടീഷൻസ് പറയുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം നന്നായിട്ട് ഉപയോഗിക്കുക, കൂടുതലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, പിന്നെ വേണമെങ്കിൽ നമുക്ക് ORS എന്നൊക്കെ ഉള്ള അറിയാമല്ലോ, നമുക്ക് പെട്ടെന്ന് വയറിളക്കം വന്നാൽ അതൊക്കെ നമുക്ക് ഇലക്ട്രൈറ്റ്സ് ഇംബാലൻസ് കുറയ്ക്കാനായിട്ട് ഗുണം ചെയ്യും. അതുപോലെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാണ്, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഓക്കെ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ നമുക്ക് പോകണ്ട സംശയം ചോദിച്ചോളൂ. ഡെങ്കി, എന്റെ മകന് ഡെങ്കി പനി ഉണ്ടായിരുന്നു. ഓൾറെഡി ചെക്ക് ചെയ്തപ്പോൾ ഡെങ്കിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും പനി വന്നു. അപ്പോൾ ഓൾറെഡി അത് ഡെങ്കി ആയിരിക്കുമോ അതോ നോർമൽ പനിയാണോ അതിന് വരുന്നത്? ഇപ്പോൾ ഡെങ്കിപ്പനി നമുക്കൊരു ഫാമിലിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഡെങ്കി വരാൻ ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി നമുക്ക് ഈ ഡെങ്കിപ്പനി വരുന്നത് നമുക്കറിയാം കൊതു കടിച്ചുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈറൽ ഇൻഫെക്ഷൻ സ്പ്രെഡിങ് ചാൻസ്, ഇപ്പോൾ വീട്ടിലൊരാൾക്ക് ഡെങ്കി ഉണ്ടെങ്കിൽ കൂടെ അതേ സമയം തന്നെ പനി വരുന്നെങ്കിൽ ഒരു സാധ്യത ഉണ്ടെന്ന് പറയും. കാരണം ഈ കൊതു തന്നെ പരസ്പരം എന്ന് പറഞ്ഞാൽ വീട്ടിലൊരാൾ ഇൻഫെക്റ്റഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കടി കിട്ടുകയും നമുക്ക് രോഗം വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആയിരിക്കാം. ഞാൻ ചോദിച്ചതല്ല, ഈ അതോ ഈ ഇതുണ്ടല്ലോ കഫം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയല്ല വരുന്നത്. ഇത് മെയിനായിട്ട് മസ്കിറ്റോ ബൈറ്റ്, കൊതുകടി കൊണ്ട് വരുന്ന രോഗമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെങ്കിപ്പനി മാരകമാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഈ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ കുറയുകയും പിന്നെ രക്തസ്രാവം, ഡെങ്കി ഹെമറേജിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ രക്തസ്രാവം ഉണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴും കോംപ്ലിക്കേറ്റ് ആവുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡെങ്കി ആദ്യത്തെ ദിവസം ഒരു പനി വരുന്ന ദിവസം മിക്കവാറും ടെസ്റ്റ് ചെയ്താൽ നോർമലായിരിക്കും.
സാധാരണ ഒരു ഇപ്പം നിങ്ങൾക്ക് പനി വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു 3 days, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നാൽ ക്ഷീണം കൂടുതലാണെങ്കിൽ നേരത്തെ നോക്കാം. പിന്നെ കൂടുതലായിട്ട് ഇതിന് വരുന്നത് നല്ല പനിയും നല്ല രീതിയിലുള്ള ശരീരവേദന, അതോടൊപ്പം ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാം. പിന്നെ ഈ കണ്ണിൻ്റെ മുകൾ ഭാഗം, ഈ ഭാഗത്തെല്ലാം ചിലപ്പോൾ നല്ലൊരു വേദന. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ സാധ്യത കൂടുതൽ ഡെങ്കിയാണ്. പക്ഷേ ഫസ്റ്റ് ഡേ ഇന്നാണ് പനി തുടങ്ങിയെങ്കിൽ ഇന്നത്തെ ടെസ്റ്റിൽ അറിയണമെന്നില്ല. ഒരു 3 to 5 days ആണ് യൂഷ്വൽ ടൈം. അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും മിനിമം ആയാൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഡെങ്കി NS ആൻറ്റിജനൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഈവൻ ഡെങ്കി ആണെങ്കിലും മെജോറിറ്റിയും ചെറിയ രീതിയിലുള്ള ഈ വൈറൽ പനികൾ വരുന്ന പോലെ 5 ദിവസമൊക്കെ കഴിഞ്ഞ് കൺട്രോളായി വരും, 5 to 7 days. പക്ഷേ ആ സമയങ്ങളിൽ ചിലപ്പം പ്ലേറ്റിലൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ആ ഡ്രോപ്പിംഗ് ആണ് നമ്മളൊരു കാര്യമായ രീതിയിൽ 1.5 ലക്ഷത്തിന് മുകളിലൊക്കെ ഇരിക്കണം. അത് ഒത്തിരി താഴ്ന്ന 50,000 20,000 അങ്ങനെയൊക്കെ താഴോട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം മാത്രമേ നമുക്കതിന് കൂടുതലായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒന്ന് ഇത് കോംപ്ലിക്കേറ്റ് ആയ ലിവർ തകരാറാക്കും, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് പേടിക്കണ്ട. പക്ഷേ ബേസിക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങളിപ്പം ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. ഇന്ന് പനിയാണെങ്കിൽ ഒരു 3 days ആകുമ്പോൾ നോക്കുക. എന്നാൽ കൂടുതൽ ക്ഷീണമുണ്ടെങ്കിൽ ഇല്ല, ഫുഡിൽ പഥ്യം എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആഹാരം നന്നായിട്ട് കഴിക്കാം. എസ്പെഷ്യലി നമുക്ക് ഈ പനി വൈറൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ദഹനത്തിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെവി ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റത്തില്ല. നമുക്കതുകൊണ്ട് അധികം ഹെവി ആക്കുക, ഡൈജഷൻ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ആഹാരം എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹൈഡ്രേഷൻ, വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം ധാരാളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മളെ ബോഡിയിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഹൈഡ്രേഷൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനിക്ക് ഒരുപാട് വെള്ളം, അത് ഈ വെറും വെള്ളം കുടിച്ചിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവന് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കിട്ടും, അതിൽ ഉപ്പിട്ടിരുന്ന സോഡിയത്തിൻ്റെ ലെവൽ കിട്ടും. അപ്പോൾ അതാകുമ്പോൾ വയറിന് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അത് ഒരു ബോട്ടിൽ നിറച്ച് ഇടയ്ക്കിടയ്ക്ക് സിപ്സ് ഓഫ് ഫ്ലൂയിഡായിട്ട് എടുക്കാം. പിന്നെ വെള്ളം അല്ലാതെ കുടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. അത് ഡിപ്പെൻസ്, നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ നല്ല വ്യത്യാസം ബ്ലഡിൽ എന്തെങ്കിലും താരമായി കണ്ടാൽ ചിലപ്പോൾ ഡെയിലി നോക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ക്ഷീണമുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഡോക്ടറെ കണ്ടിരിക്കുക. 3 ദിവസം ആകട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട. ഓക്സിജൻ ലെവൽ കുറവാണോ? എത്രയാണ് കാണുന്നത്? നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാണോ 80-85 കാണുന്നത്? ഒന്ന് ഇത്രയും നോർമലി സംസാരിക്കാൻ പറ്റുന്ന ആൾക്ക് ഇത്രയും സാധാരണ രീതിയിൽ 80 to 85% ചാൻസ് വളരെ കുറവാണ്. ഒന്ന് നമ്മൾ ആ പൾസ് ഓക്സിമീറ്റർ നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കുന്നതല്ലേ, അതിന് തെറ്റുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ സാച്ചുറേഷൻ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് പോകണം. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ചിലപ്പം വലിയ പ്രശ്നം കാണില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ശ്വാസം മുട്ടൊന്നും ഇല്ലല്ലോ? സംസാരിക്കുമ്പോൾ കിതക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ. വേറെ ജലദോഷം ചുമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ള ആളാണോ? ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ള ആളാണോ? ഇല്ല. ആസ്മ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ ഒന്ന് ഇന്ന് തന്നെ ഡോക്ടറെ ഒന്ന് നേരിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കുക. കാരണം ഈ ഓക്സിജൻ ലെവൽ കുറവുള്ള കറക്റ്റ് ആണെന്ന് അറിയണം. പിന്നെ ബ്ലഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് ബെറ്റർ കേട്ടോ. വീട്ടിൽ തന്നെ ഇരിക്കേണ്ട, ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഷിഗല്ലയെ പറ്റിയായിരുന്നു. നമ്മൾ ഈ ബ്ലഡി ഡയറിയ ഒക്കെ ഉണ്ടാകുമ്പോൾ കോംപ്ലിക്കേഷൻ. അപ്പോൾ ഈ പറഞ്ഞ് നമ്മൾ ഡെങ്കി പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോലൈറ്റ്സിന് ഇപ്പോൾ ORS യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം ധാരാളം കുടിക്കാം. ഇത് തന്നെയാണ് പ്രത്യേകിച്ചുള്ള പ്രിക്കോഷൻസ്. പിന്നെ ഇത് വരാതിരിക്കുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മളിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയുന്നതിന് ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മലത്തിൽ നിന്ന് നമ്മൾ ശരീരത്തോട്ട് കടക്കുന്നു. അപ്പോൾ ആലോചിക്കും നമ്മൾ ഈ മലം ആരും എങ്ങനെയാണ് വായിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ബേസിക്കലി കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ ഇഷ്ടം പോലും ഉണ്ട്. ഈ നമ്മൾ ഈ റോഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം എല്ലാം ഡ്രെയിനേജ് മിക്സ്ഡാണ്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് അത് കൂടുതൽ നമ്മളെ ശരീരത്തോട്ട് കിടക്കുന്ന എന്താ, കൈവഴി തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ, എസ്പെഷ്യലി ഇപ്പോൾ ഫുഡ് ഹാൻഡ്ലേഴ്സ്, നമ്മളിപ്പോൾ തട്ടുകടകളുണ്ട് അല്ലെങ്കിൽ ഹോട്ടൽസ് ഉണ്ട്, എവിടെയാണെങ്കിലും ഈ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം ഹൈജീനിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മൾ എത്രയൊക്കെ എഡ്യൂക്കേറ്റ് ആണെങ്കിൽ ഇപ്പോഴും ടോയ്ലറ്റിൽ പോയി വാഷ് ചെയ്തതിന് ശേഷം ഹാൻഡ് സോപ്പ് ആൻഡ് വാട്ടർ കൊണ്ട് കഴുകുന്ന എത്ര പേരുണ്ടെന്ന് ഇപ്പോഴും വിരലിലുണ്ടാകുന്നതേ ഉള്ളൂ. ആ ഒരു ശീലം നമ്മുടെ ഇടയില്ല. നമ്മൾ മറ്റേ സംസ്ഥാനത്തിൽ അതുപോലെ ഇല്ല എന്ന് പറയുമെങ്കിൽ നമ്മളെ ആൾക്കാർ കൈ കഴുകുന്ന പ്രോപ്പറല്ല. അപ്പോൾ അങ്ങനെ ഇൻഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി പ്രോപ്പറായിട്ട് ഹാൻഡ് ക്ലീൻ ചെയ്യാതെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി മറ്റൊരാൾക്ക് വ്യാപിക്കാം. അതല്ലെങ്കിൽ സ്വന്തം മറ്റുള്ള സ്പ്രെഡിങ് ഫേസ് ഇനിയും കൂടും. പിന്നെ അതുപോലെ നമ്മളിത് തുറന്ന ആഹാരം എവിടെയെങ്കിലും ഇരിക്കുന്നു, ഇതിൽ ഈച്ചയോ കണ്ടാമിനേഷൻ അങ്ങനെയും വരാം.
അപ്പോൾ എന്തായാലും ട്രാൻസ്മിഷൻ വരുന്ന ഈ ഫിക്കോറൽ ട്രാൻസ്മിഷൻ വരുന്നതാണ് മഞ്ഞനോവ് വരുന്നത്, അല്ലെങ്കിൽ ടൈഫോയിഡ്, ഇങ്ങനത്തെ സാധനം, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെങ്ങനെ നമുക്ക് വന്നു എന്ന് തോന്നും, പക്ഷേ ദീസ് ആർ ദി കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ തന്നെയാണ് നമുക്ക് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറുള്ള ഹാൻഡ് വാഷിങ്, ഈവൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൈ കഴുകിയിട്ട് കഴിക്കുന്ന ഒരു ശീലം നിർബന്ധമായിട്ട് ഉണ്ടാക്കുക. പിന്നെ ഫുഡെല്ലാം തുറന്നു വയ്ക്കാതിരിക്കുക. പിന്നെ പ്രോപ്പർലി കുക്ക്ഡ് ആയിരിക്കണം. ഈവൻ നമ്മൾ അറിയാതെ എങ്ങാനും തുറന്നു വെച്ചെങ്കിൽ പോലും നന്നായിട്ട് കുക്ക് ചെയ്ത് റീഹീറ്റ് ചെയ്യാതെ ഒരു കാരണം വെച്ചാലും ആഹാരം കഴിക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ പ്രിക്കോഷൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിക്കുക, പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് ദിവ്യ എന്നാണ്. ഓക്കെ ദിവ്യ, ഓക്കെ സംസാരിച്ചോളൂ. സർ, പെട്ടെന്ന് ഫീവർ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ ഒരു ബ്രദറിനാണ്. അവൻ പെട്ടെന്ന് ഫീവർ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പെട്ടെന്ന് തന്നെ 101 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ഫിക്സ് തന്നു. അങ്ങനെ അത് തലച്ചോറിലേക്ക് ബാധിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ICUലേക്ക് കയറ്റി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തായിരിക്കും അതിന്റെ റീസൺ ഉണ്ടാവുക? ബ്രദറിന് അനിയനെന്നല്ലേ പറഞ്ഞ അല്ലേ? സഹോദരൻ എത്ര വയസ്സായി? 42 ഇയേഴ്സ് ഓൾഡ്. നേരത്തെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ? ഇല്ല 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 ഇല്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തെങ്കിലും ട്രാവൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വരികയോ എന്തെങ്കിലും? യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാ പോയിരുന്നത്? അല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ, അല്ല ലോങ് ട്രാവൽ അങ്ങനെ ഒന്നുമില്ല. പനി എന്നാ തുടങ്ങിയത്? ഇന്ന് നമ്മള് തിങ്കളാണ്. ദാറ്റ് മീൻസ് ഇന്നലെ. കഴിഞ്ഞ തിങ്കളാഴ്ച സമയത്ത് പനി തുടങ്ങി. പനിയും വേറെ എന്തൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു? തലവേദന വല്ലതും പറയുന്നുണ്ടായിരുന്നോ? പനി ഒന്നുമില്ല. എന്നിട്ട് എന്നിട്ട് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയോ? എന്നാണ് കൊണ്ടുപോയത്? അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് നോക്കിയപ്പോ 101 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. എന്നാ ഫിക്സ് ഉണ്ടായത്? ജെന്നി എന്നാ ഉണ്ടായത്? അന്ന് വൈകുന്നേരത്ത്. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അല്ലേ? ഓക്കെ. ഇപ്പൊ സ്റ്റേബിൾ ആണോ ആള്? കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നട്ടിൽ നിന്ന് നീരൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? എന്തെങ്കിലും മെനിഞ്ചൈറ്റിസിന്റെ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നെല്ലാം പറഞ്ഞു? ഓക്കെ. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യാറായെന്ന് പറഞ്ഞോ? ഓക്കെ. സാധാരണ ഈ പനി വന്നിട്ടുണ്ടാകുന്ന ചെന്നി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആക്ച്വലി പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജന്നി ഉണ്ടാകാം. പിന്നെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാ ജന്നി അതുപോലെ ഒന്നും പേടിക്കണം. കുഞ്ഞുകുട്ടികളൊക്കെ ചിലപ്പോൾ നമുക്ക് ഫിബ്രൈൽ സീഷർ എന്ന് പറയും. പനി ചൂട് കൂടുമ്പോൾ തന്നെ ജന്നി വരുന്നത്. അത് സാധാരണ നമ്മൾ 4-5 വയസ്സൊക്കെ ആകുമ്പോൾ മാറും. പക്ഷേ ഈ മുതിർന്ന വ്യക്തി 42 വയസ്സുള്ള വ്യക്തിക്ക് പനി വന്നിട്ട് ജന്നി വന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ നട്ടെല്ലാം നീര് ടെസ്റ്റ് ചെയ്യാൻ വൈറൽ ഇൻഫെക്ഷൻ പറഞ്ഞതുപോലെ മിക്കവാറും തലച്ചോറിന് ബാധിച്ചുകൊണ്ടുണ്ടായ സീഷർ ആവാനാണ് സാധ്യത. അപ്പോൾ ഇപ്പം കൺട്രോളായി ഇൻഫെക്ഷൻ കുറഞ്ഞ ആൾ ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ട് വേറെ പേടിക്കണ്ട. പക്ഷേ ഈ ജന്നി വന്നുകൊണ്ട് 2 കാര്യം. ഒന്ന്, നമ്മൾ ഇൻഫെക്ഷനെ റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇനി ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ? ചിലർക്ക് ഇലക്ട്രൈറ്റ് ഇംബാലൻസ് വന്നും സീഷേഴ്സ് ഉണ്ടോ? പക്ഷേ ഈ 42 വെരി അൺലൈക്ക് എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യത വളരെ കുറവ്. ഈ ഇൻഫെക്ഷൻ മുഖേന ഉണ്ടായ മെനിഞ്ചൈറ്റിസ് പോലെ എന്തെങ്കിലും ഉണ്ടായതിൻ്റെ കാരണം കൊണ്ടാകാം ഈ ജന്നി ഉണ്ടായത്. അപ്പോൾ ഇനി ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും വരില്ല. പക്ഷെ എന്നാലും കുറച്ച് നാളത്തേക്ക് സാധാരണ രീതിയിൽ ചിലപ്പം ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്നൊക്കെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് നമുക്കത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. അതന്നെ. അപ്പം നമ്മൾ നോർമലി ഈ മരുന്ന് തന്നെ, മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ വെക്കാൻ മതി അല്ലേ? അതെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ന്യൂറോളജിസ്റ്റ് ഒക്കെ അവിടെ ന്യൂറോളജി കണ്ടു കാണും അല്ലേ? എല്ലാ ടീമും എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് നാൾ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്ന് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അതിൻ്റെ ഫോളോ അപ്പ് മുടക്കരുത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇദ്ദേഹം മദ്യമോ പുകയോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ആളാണോ? രണ്ടും ഉണ്ട്. അപ്പോൾ അതും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കാര്യമായിട്ട് മദ്യപിക്കുകയല്ലോ ഉണ്ടായോ? അതൊക്കെ ഹെവി ആയിട്ട് ആൽക്കഹോൾ ഡ്രിങ്കിങ് ആകുമ്പോൾ ഈ വിഡ്രോവൽ സിംറ്റം പോലെ സീഷർ വരാം. അപ്പോൾ എന്തുകൊണ്ട് വന്നു എന്ന് അറിയില്ല. ഇപ്പോൾ എന്തായാലും പറഞ്ഞത് വെച്ച് ഇൻഫെക്ഷൻ ആയിരിക്കാം. നമ്മൾ ഡോക്ടറിൻ്റെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഫോളോ ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് പോയിക്കോളും. പിന്നെ അതിൻ്റെ കൂടെ ഈ മറ്റ് മദ്യമൊക്കെ യൂസ് ചെയ്യണമൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഇനി ഒന്നും ഉപയോഗിക്കരുത്. ഓക്കെ. വീണ്ടും തലച്ചോറിനോട്ട് എഫക്റ്റ് ചെയ്യാത്തിരിക്കും. ഓക്കെ. താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി സർ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
സാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഷിഗല്ല കുട്ടികളിൽ തലച്ചോറിനെ ബാധിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അതൊരു ഗുരുതരമായ ഒരു കാര്യമാണോ? നമ്മളതെങ്ങനെയാണ് നമ്മളതിനെ ഈ ന്യൂറോളജിക്കൽ സിംറ്റം ഇപ്പം നമ്മൾ പറഞ്ഞ ഗ്യാസ്ട്രോ ഇൻട്രസ്റ്റൈനൽ സിംറ്റംസ് ആണ്, വയറിനകത്ത്. അതുപോലെ ന്യൂറോളജി സയൻസ് വരുമ്പോൾ മിക്കവാറും ഒരു ഡ്രൗസി സ്റ്റേജ്, ഒരു മയക്കത്തിൽ പോകാം, ഒരു കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ്സ് പോലെ വരെ ഉണ്ടാകും. അപ്പോൾ അത് തലച്ചോറിന് മെനിഞ്ചൈറ്റിസ് പോലത്തെ ഒരു പിക്ചർ ഉണ്ടാകുന്നതാണ്. അതൊക്കെ കുറച്ച് റിസ്കി തന്നെയാണ്. അതിപ്പം ഏതൊരു ഇൻഫെക്ഷൻ വന്നാലും ബ്രെയിനിലോട്ട് ഉള്ള അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നാൽ ഇറ്റ്സ് ലൈഫ് ത്രെട്ടനിങ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് കൺട്രോൾ മെഷേഴ്സ് ചെയ്ത് തലച്ചോറിന് തകരാറ് വരാത്തിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് നമ്മൾ ഈ ആൻറ്റി സീഷറൊക്കെ വരാതിരിക്കാനും. പിന്നെ ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നവർക്ക് നമ്മൾ വെന്റിലേറ്റർ സഹായം വരെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദി സ്റ്റേജ് നമ്മളത് കൺട്രോൾ ചെയ്യേണ്ടത്. പക്ഷേ അത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. കൂടുതലായാലും വൈകിട്ട് വരുന്ന ഈ വയറ് പ്രശ്നം തന്നെയാണ് കൂടുതലായിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നമുക്കിപ്പോൾ പനിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷിഗല്ല ആണെങ്കിൽ തന്നെയും വയറിളക്കമായിരിക്കും ചിലപ്പോൾ ആദ്യം കാണിക്കുന്ന ലക്ഷണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഒരു വയറിളക്കത്തിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം ഇതിപ്പോൾ ഷിഗല്ലയാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് എങ്കിൽ ഇത് എത്രത്തോളം നമുക്ക് ഗുരുതരമായി നമ്മളെ ബാധിക്കും ഇത്തരത്തിൽ നമ്മൾ സ്വയം ചികിത്സ ചെയ്യുന്നത്? ഈ സ്വയം ചികിത്സ ഒരിക്കലും ഒരു അസുഖത്തിനും ചെയ്യരുത്. ഏത് അസുഖമായിരുന്നാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഈവൻ ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും ട്രയൽ ചെയ്യരുത്. ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ ഇത്തവണ വന്ന് ചികിത്സ എടുത്തു, മേ ബി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത മാസം ഒരു അസുഖം വന്നാൽ ഒരു പരീക്ഷണം എന്നുള്ള ഈ മരുന്നിനെടുത്ത് കഴിക്കും. പിന്നെ കുറയാതെയാണ് പലപ്പോഴും ഈവൻ ആൻറ്റിബയോട്ടിക്സ് വരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകും, ആവശ്യമില്ലാത്ത മരുന്ന് ഉപയോഗം നടക്കുന്നു. പിന്നെ ഈ വയറിളക്കത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഈ വയറിളക്കം വരുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ ആദ്യം തരുന്ന മരുന്ന് വയറിളക്കം സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്നാണ് കൂടുതൽ തരുന്നത്. അപ്പോൾ ആ മരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയലി മോട്ടിലിറ്റി ഇങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്യാനുള്ള ഫീൽ ഉണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യുന്ന മരുന്നൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് ഡയറി ആണെങ്കിൽ ഇത് പെട്ടെന്ന് നിന്നൊരു ഫീൽ വരും. പക്ഷേ ഇതകത്ത് കെട്ടി നിന്നിട്ട് എന്ത് സംഭവിക്കും? വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും മൾട്ടിപ്ലൈ ചെയ്യും, അണുബാധ കൂടും. അതാണ് ഇപ്പോൾ അടുത്ത് കോംപ്ലിക്കേറ്റ് ആവുന്നത്. അതൊരിക്കലും അങ്ങനത്തെ മരുന്നുകൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ മരുന്നിൻ്റെ പേരൊന്നും എടുത്ത് പറയില്ല, പലരും പിന്നെ അത് ഒരു കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ എന്തായാലും ഇങ്ങനത്തെ മരുന്ന് നമ്മൾ പൊതുവെ പെട്ടെന്ന് എടുത്ത് കഴിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ആശ്വാസം കിട്ടിയാലും ഇത് അകത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇൻഫെക്ഷൻ വന്ന് പാസ് ചെയ്ത് പോണത് ഇപ്പോൾ പാസ് ചെയ്ത് പോണതാണെന്നല്ല, പക്ഷേ കൺട്രോൾ ചെയ്ത് ഇൻഫെക്ഷൻ കുറച്ച് അത് പിടിച്ചു നിർത്തുന്നതാണ് എപ്പോഴും നമുക്ക് ആരോഗ്യത്തിന്, നമുക്ക് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ വരും. അത് കാരണം രോഗം മൂർച്ഛിക്കുകയും കൂടുതൽ വഷളായി മോശമായിട്ട് വരുന്നൊരു സ്റ്റേജ് വരും. അതാണ് ചില കേസസ് സ്വയം ചികിത്സ എടുത്തതിന് ശേഷം മാറാതെ അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമായിട്ട് വരേണ്ട ഒരവസ്ഥ എത്തുന്നു. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേരള കണക്റ്റിൽ ഇനിയൊരു ചെറിയ ഇടവേളയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ പകർച്ചവ്യാധികൾ എങ്ങനെ തടയാം എന്നുള്ളതാണ്. നമുക്കൊപ്പം ഡോക്ടർ ഷിജു സ്റ്റാൻലി ആണുള്ളത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങളുമായി മടങ്ങിയെത്താം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പകർച്ചപ്പനി എങ്ങനെ നേരിടാം എന്നാണ് ഇന്നത്തെ കേരള കണക്റ്റിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻസ് മേധാവി ഡോക്ടർ ഷിജു സ്റ്റാൻലിയാണ്. ഡോക്ടർ, നമുക്ക് തുടരാം. ഡോക്ടർ, നമുക്ക് ഇപ്പോൾ ഉള്ള പകർച്ചപ്പനികളിൽ ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു പനിയാണ് എലിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലിപ്പനി ആണെങ്കിലും നമ്മൾ പലപ്പോഴും സാധാരണ പനിയാണ് എന്ന് കരുതി പലപ്പോഴും ഒരു ഡോക്ടറെ സമീപിക്കാൻ വൈകുന്നത് ആന്തരിക അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യത അതെത്രത്തോളമാണ്? നമുക്ക് അത്തരത്തിൽ ചികിത്സ വൈകിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം. ഈ എലിപ്പനി വന്നാലും ആ പനി തന്നെയാണ്. അതിപ്പോൾ എല്ലാത്തിനും ഈ ഫീവർ ഒരു ആക്ച്വലി ഒരു സിംറ്റം, ഒരു സൈൻ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്കൊരു ശരീരത്തിൽ അണുബാധ ഉണ്ടായൊരു ഇമ്മ്യൂൺ റെസ്പോൺസ്, നമ്മൾ പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസാണ്. അപ്പോൾ എല്ലാത്തിനും ആദ്യം വരുന്ന പനി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അണുബാധ വന്നാൽ നമുക്ക് കിട്ടുന്ന ഫീവറാണ്. പക്ഷേ ഏത് തരം പനിയെന്ന് കണ്ടുപിടിക്കാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും അപകട സാധ്യതയിൽ വരുന്നതും അല്ലെങ്കിൽ മരണത്തിൽ ചെന്നെത്തുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ലോങ് ഹോസ്പിറ്റൽ സ്റ്റേ അതുപോലെ ആദ്യമേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാതെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പോകും. അപ്പോൾ ഇതിൽ പ്രത്യേകം നമ്മൾ പനിയും ഇതിൻ്റെ മെയിൻ പ്രത്യേകം പനിയുടെ കൂടെ മസിൽ പെയിൻ കൂടുതലായിരിക്കും. അതും ഇപ്പോൾ ചോദിച്ചാൽ വൈറൽ ഫീവറിനും മസിൽ പെയിൻ ഉണ്ട്. പക്ഷേ എന്നാലും എലിപ്പനിയുടെ കുറച്ച് ടിപ്പിക്കലായിട്ടുള്ളതെന്ന് മസിൽ പെയിൻ കൂടുതലും എന്ന് പറഞ്ഞാൽ പേശികൾക്ക് വേദന, അതുപോലെ ഫീവർ, ഇങ്ങനെയാണ് കൂടുതൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും അതുപോലെ കോംപ്ലിക്കേറ്റ് ആകുന്ന ആന്തരികത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ലിവറിനെയാണ് കൂടുതലായിട്ട് പ്രശ്നമാക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിലുള്ള പേഷ്യൻസിനെ നമ്മൾ ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ മസിൽ പെയിൻ ഉള്ളവർക്കും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ലെപ്റ്റോയിഡ് എന്ന് പറഞ്ഞാൽ എലിപ്പനിയുടെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മസിൽ പെയിൻ കൂടുന്നു, ഫീവർ, അതിൻ്റെ കൂടെ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഓൾട്രേഷൻ വരുന്നു. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമുക്ക് ഓൾട്രേഷൻ, എൻസൈംസ്, HTOT, PT ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എൻസൈംസ് ഒക്കെ വളരെ കൂടുകയാണെങ്കിൽ ഇതെല്ലാം കോറിലേറ്റിംഗ് ഫീച്ചേഴ്സാണ്. അലോങ് വിത്ത് ലെപ്റ്റോയുടെ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ലെപ്റ്റോ മീൻസ് ലെപ്റ്റോ സ്പൈറൽ ഇൻഫെക്ഷൻ നമ്മൾ പറയും, അല്ലെങ്കിൽ വീൽസ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ ആ ഇൻഫെക്ഷൻ കണക്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചികിത്സിക്കാൻ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇതിന് മരുന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മരുന്നിൻ്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, തന്നെ ആൾക്കാരെടുത്ത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ കൊടുത്താൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡോക്ടർ, ഈ എലിപ്പനി നമുക്ക് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമുക്ക് ഈ വെള്ളക്കെട്ട്, അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും മലിനജലവുമായിട്ട് പലപ്പോഴും അധികമായി സമ്പർക്കത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വരെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവർ നമ്മൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ആക്ച്വലി ഈ എലിപ്പനി പകരുന്നത് ഇതുപോലെ കണ്ടാമിനേറ്റഡ് വാട്ടർ, എസ്പെഷ്യലി നമുക്ക് എലിപ്പനി പേരിട്ട് തന്നെ എന്താ, എലിയിൽ നിന്ന് വരുന്ന രോഗം. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എലികൾ, ഇപ്പോൾ അത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ വെള്ളം വഴി എന്തെങ്കിലും കണ്ടാമിനേറ്റ് ആയാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്നവർ, മറ്റല്ലെങ്കിൽ നമ്മൾ മുറ്റത്തൊക്കെ ബെയർ ഫുട്ട് എന്ന് പറഞ്ഞാൽ ചെരുപ്പൊന്നും ഇടാൻ നടക്കുന്ന കാലിൽ എന്തെങ്കിലും അബ്രേഷൻസോ ചെറിയ മുറിവുണ്ട്, അതുവഴി വേണമെങ്കിൽ ഈ അണുബാധ ഉണ്ടാകും. കയ്യിലും അതുപോലെ നമ്മൾ ഗാർഡനൊക്കെ കൈ കൊണ്ടൊക്കെ എല്ലാവരും വീടുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇൻഫെക്റ്റ് ആയിട്ട് നമുക്കറിയാം മുറ്റത്തെല്ലാം എലിയുടെ ശല്യം ഉണ്ടാകും. അപ്പോൾ ഇത് വഴിയാണ് ഇൻഫെക്ഷൻ പടരുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എഗെയിൻ, നമ്മൾ എന്തെങ്കിലും രീതിയിൽ കയ്യോ കാലോ ചെറിയ മുറിവോ ക്ലീനോ അല്ലെങ്കിൽ കഴിയുന്നതും ഗാർഡനിങ് പ്രോസസ്സൊന്നും ആരെയും ചെയ്യാതിരിക്കുക. പിന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങണമെങ്കിലും ഫുൾ കാല് കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള ഷൂസ് എന്തെങ്കിലും ഇട്ട് മുറ്റത്ത് ഇറങ്ങണതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ ഒരു കണ്ടാമിനേഷൻ ചാൻസസ് കൂടുതലാണ്, അതും വെള്ളം കയറാത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോണ്ടാക്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കും. പിന്നെ ഇങ്ങനെ ഡ്രെയിനേജുകളും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോലി ചെയ്യുന്നത്. അവർക്ക് പ്രതിരോധത്തിന് വേണ്ടി ഇതിനു വേണ്ടി മെഡിസിൻ നമുക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ ഡോസും കാര്യം ഇപ്പോൾ പറയില്ല, കാരണം ഇതെല്ലാം പിന്നെ പബ്ലിക് അടുത്ത് എല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലം വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇപ്പം ഓട ക്ലീൻ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡ്രെയിനേജ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് നമ്മൾ അല്ലെങ്കിൽ അറിയാതെ എങ്ങനെ വെള്ളത്തിൽ വീണാലും നമ്മൾ ഗവൺമെൻറ്റിൽ ഇവിടെ അല്ലെങ്കിൽ ഏതോ ഹോസ്പിറ്റൽ വേണം അതിൻ്റെ പ്രതിരോധത്തിനുള്ള മരുന്ന്, ഒരു പ്രിക്കോഷൻ, ആ പറയുന്ന ഒരു ഡേയ്സ് നമ്മളത് കഴിക്കണം. ടാബ്ലറ്റ് തന്നെയാണ്, അല്ല വാക്സിൻ, ഇഞ്ചക്ഷൻ ഒന്നും അല്ല. യു ക്യാൻ യൂസ് ഇറ്റ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസുഖം വന്നോ ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഫോളോ അപ്പ്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കിപ്പം ഈ പ്രതിരോധ വാക്സിനുകളുണ്ടല്ലോ, അപ്പോൾ അത് ഈ പറയുന്ന ഈ എല്ലാ പനികൾക്കും പ്രതിരോധ വാക്സിൻസ് എടുക്കാൻ കഴിയുമോ? അതുപോലെ എല്ലാവർക്കും അത് എടുക്കാൻ ഇല്ല, എല്ലാത്തിനും. ഇപ്പോൾ ഡെങ്കിപ്പനി, വൈറൽ ഇൻഫെക്ഷൻ, അതിന് വാക്സിൻ ഇല്ല. ഇപ്പോൾ പറഞ്ഞ എലിപ്പനി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതിനോട് വാക്സിൻ ഇരിക്കുന്നു, ഇല്ല. ഷിഗല്ല, അങ്ങനെ എല്ലാത്തിനും ഇല്ല. ഇതിൽ ബേസിക്കലി നമ്മൾ ചില ഇപ്പം ഹെപ്പാറ്റൈറ്റിസ്, മഞ്ഞ നോവിനുണ്ട്, അതുപോലെ ടൈഫോയിഡിന് വാക്സിനുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസയ്ക്ക് വാക്സിനുണ്ട്. അപ്പോൾ ഉള്ളതിനൊക്കെ നമുക്ക് എടുക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓരോ വർഷവും നമ്മൾ പിന്നെയും ചിലതൊക്കെ, ഇപ്പോൾ ഇൻഫ്ലുവൻസ ആണെങ്കിൽ എവറി ഇയർ നമ്മൾ എടുക്കേണ്ടി വരും. ഈ ഇൻഫ്ലുവൻസ, വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വർഷം തോറും എടുക്കുന്നവരുണ്ട്. അപ്പോൾ അല്ലാതെ എല്ലാ രോഗത്തിനും വാക്സിൻ ഇല്ല. അപ്പോൾ ഈ എലിപ്പനി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ കാരണം തന്നെയാണ് വരുന്നത്. കാരണം എലി എന്തുകൊണ്ടാണ് കൂടുന്നത്? വീട്ടിൽ മുറ്റത്തെല്ലാം നമ്മൾ വേസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് വലിച്ചിടുന്നു. അപ്പോൾ നാച്ചുറലി എലി അവിടെ കൂടും. അപ്പോൾ ഇത് കാരണം ഇൻഫെക്ഷൻ ചാൻസ് കൂടും. അപ്പോൾ നമ്മൾ പരിസര മലിനീകരണം കാരണം തന്നെയാണ് ഈ പല രോഗങ്ങളും നമുക്ക് കിട്ടുന്നത്. നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. തീർച്ചയായിട്ടും. ഡോക്ടർ, അതുപോലെ നമുക്ക് ഈ ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് നമ്മുടെ ഡെങ്കിപ്പനിയെ പറയുന്നതല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത്രയ്ക്കും ജോയിന്റ് പെയിൻ, സിവിയർ ആയിട്ടുള്ള ജോയിന്റ് പെയിൻ. ഈവൻ ചിക്കൻ ഗുനിയ പറഞ്ഞാൽ അതുപോലത്തെ ഒരു വേദന തന്നെയാണ്. പക്ഷേ ഈ ഒരു ഓമന പേര് ഡെങ്കിക്കാണ് കിട്ടിയിരിക്കുന്നത്. ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറഞ്ഞാൽ നല്ല എല്ല് പൊട്ടുന്നത് പോലത്തെ വേദനയെന്ന് പറയും. നമുക്ക് വന്നവർക്ക് അനുഭവം അറിയുള്ളൂ, എനിക്ക് വന്നിട്ടില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നല്ല വേദന ഉണ്ടാകും, നല്ല ജോയിന്റ് പെയിൻ, സിവിയർ ആയിട്ടുള്ള പെയിൻ. ഞാൻ പറഞ്ഞ പോലെ അതുപോലെ റിട്രോ ഓർബിറ്റൽ പെയിൻ, നമ്മൾ ഈ കണ്ണിൻ്റെ ഈ മുകൾ ഭാഗത്ത് നല്ല വേദന ഉണ്ടാകാം. പിന്നെ നല്ല കടുത്ത പനി. ഇതാണ് കൂടുതലായിട്ടും ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ. സാധാരണ മറ്റു പനി എന്നുള്ള വേറിട്ട് നിൽക്കുന്നത്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ പൊതുവായിട്ടും പകൽ സമയം കടിക്കുന്ന കൊതുകുകളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും പക്ഷെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ രാത്രിയിലാണ് ഇത് കടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഡോക്ടർ അത് തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അത് ഇനി പകലിൽ കടിക്കുമ്പോൾ ഡെങ്കി, രാത്രി ആകുമ്പോൾ ഡെങ്കി അല്ല എന്നുള്ള ധാരണ ഇനി വരണ്ട. അപ്പോൾ എന്തായാലും കൂടുതലും ഡേറ്റ് ഏഡീസ് ഈ ഒരു നമ്മൾ വരവരയായിട്ടുള്ളൊരു മസ്കിറ്റോ ടൈപ്പ് ഉണ്ട്, കണ്ടിട്ടുണ്ടാവും.
ടൈഗർ ഇങ്ങനെ ലൈനുള്ള കണ്ടിട്ടുണ്ട്, അതാണ് കൂടുതൽ. അതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹത്ത് കടിച്ച് തീരുമ്പോഴേ നമുക്ക് വേദന തന്നെ കിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ ദേഹത്തിരിക്കുന്ന നമ്മൾ അറിയത്തില്ല. മറ്റ് ടൈപ്പ് ഓഫ് മസ്കിറ്റോസ് കൂടുതലായിട്ട് കടിച്ച ഉടനെ നമുക്ക് കിട്ടും പണി, വേദനയാണ് അല്ലെങ്കിൽ നമ്മൾ ഇരിപ്പുണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൊതുവാണല്ലോ, സോ കൊതു കടി കിട്ടാതിരിക്കാനുള്ള പ്രിവെൻഷൻസ് ചെയ്യുക. ഒന്ന്, വാട്ടർ വെള്ളം കെട്ടി കിടക്കുക. നമുക്കറിയാം കൊതു എങ്ങനെയാണ് പറ്റി പറയുന്നത്, വെള്ളക്കെട്ട്. എസ്പെഷ്യലി നല്ല രീതിയിലുള്ള മഴ പെയ്യുന്ന സമയത്ത് ഈ ഡെങ്കിപ്പനി കുറയും. നല്ല മഴ, കണ്ടിന്യൂസ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം കെട്ടി നിൽക്കില്ല, ഫ്ലഷായി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഇൻ്റർമീഡിയറ്റ് റെയിൻ, നമുക്കിപ്പോൾ വരുന്ന മഴയുടെ പ്രശ്നം അതാ, ഒരു ദിവസം പെയ്യും, അടുത്ത ദിവസം പെയ്യില്ല, മേ ബി 2 ദിവസം കഴിഞ്ഞ് പെയ്യും. അപ്പോൾ കുറച്ച് അവിടെ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ ഒരാഴ്ച തകർത്തങ്ങ് പെയ്യുകയാണെങ്കിൽ ആ ഒരാഴ്ച സമയം ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം മൂവ് ചെയ്യാതെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ കൊതു ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മുറ്റത്തെല്ലാവരും എവിടെ വെള്ളക്കെട്ടുണ്ടെങ്കിലും, ഈവൻ നമ്മൾ ഈ സിമെൻറ്റിൻ്റെ ചെറിയ ഗ്യാപ്പ് മതി വെള്ളം നിൽക്കാൻ. ഈ ചെറിയ പോട്ട്സ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെളിയിൽ കിടന്ന് അതിനകത്ത് തന്നെ മുട്ടയിട്ട് പെരുകാം. പിന്നെ വീട്ടിൽ ഗാർഡൻ ചെയ്യുമ്പോഴും ചിലപ്പോൾ അടിയിൽ വെള്ളം നിൽക്കാനുള്ളത് ചെയ്യാറുണ്ട്. ഈവൻ വീടുകളിൽ ഈ വെള്ളത്തിൽ വെക്കുന്ന ചെടി അത് വെക്കുന്ന അതിനകത്ത് കൊതുക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സ്രോതസ്സുകളെല്ലാം നമ്മൾ മാറ്റുക തന്നെയാണ് വേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്. പിന്നെ വീട്ടിൽ നെറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. വിൻഡോസ് എന്തായാലും ക്ലോസ് ചെയ്തിടാൻ പറ്റില്ല. സോ പ്രിഫറബിളി ഹെൽത്തിയാണ്. നമ്മൾ കൂടുതലും ഈ മസ്കിറ്റോ റിപ്പല്ലൻ സ്ഥിരം രാവിലെ തൊട്ട് രാത്രി വരെ ഓൺ ചെയ്ത് വീട്ടിൽ വയ്ക്കുന്നത് അത്ര സുഖമുള്ള, ചില പ്രത്യേകിച്ച് അലർജിക് പ്രോബ്ലം, ഈ ആസ്മറ്റിക് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇതത്രയും ഫുൾ ടൈം ഓൺ ചെയ്തിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെയുള്ള വീടുകളിലാണെങ്കിൽ കഴിയുന്നതും മസ്കിറ്റോ നെറ്റ്സ് എല്ലാ വിൻഡോസും, എന്നിട്ട് ചിലർ ഡോറ് തുറന്നിട്ടേക്കും, അത് വേറെ പ്രശ്നം. അപ്പോൾ എന്തായാലും തുറന്നിടുന്ന എല്ലാം നെറ്റ് കവേർഡായിരിക്കണം. പിന്നെ പുറത്തിറങ്ങുമ്പോഴും കഴിയുന്നതും നമ്മൾ ഓഫീസ് ജോബ് വലിയ പ്രശ്നം വരുന്നില്ല, അല്ലാതെയൊക്കെ മുറ്റത്ത് ഗാർഡനിങ് അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ കഴിയുന്നത് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ മസ്കിലോ റിപ്പല്ലൻ ക്രീംസ് അവൈലബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ കയ്യിൽ എക്സ്പോസ്ഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും കൊതുകടി കിട്ടാതിരിക്കാൻ നോക്കുക, കൊതു പെരുകാതിരിക്കാൻ നോക്കുക. ദെൻ ഡെങ്കി ഈസ് ഓവർ. ഡോക്ടർ, നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു വിഭാഗമാണല്ലോ ഗർഭിണികൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, അതുപോലെ കുറച്ച് മുതിർന്ന ആൾക്കാർ, മറ്റ് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന മുതിർന്ന ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ളവർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അപ്പോൾ ഇതിൽ ഈ രോഗാവസ്ഥ വരുന്ന സമയത്ത് ഏത് രോഗമായിരുന്നാലും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഈ എക്സ്ട്രീം ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രായമുള്ളവരും ഒത്തിരി കുഞ്ഞുകുട്ടികളും, പിന്നെ അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പീപ്പിൾ. ഇമ്മ്യൂണോ കോംപ്രമൈസ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കുറഞ്ഞ ഗ്രൂപ്പിൽ പെടുമ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി പറയും. പിന്നെ അതുപോലെ ഡയബറ്റിക്, അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ശരിക്കും കൺട്രോൾ അല്ലെങ്കിൽ, പിന്നെ കീമോതെറാപ്പി, ക്യാൻസറൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പല രോഗാവസ്ഥ ഉള്ളവർക്കും ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ കഴിവതും ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് കൂടുതൽ എടുക്കണം. എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, രോഗാവസ്ഥ വന്ന് കിടക്കുന്ന രോഗികളെ കാണാൻ എപ്പോഴും ഒരു ആൾക്കൂട്ടം ഹോസ്പിറ്റലുണ്ട്. അത് തന്നെ വീണ്ടും പെരുകും. കാരണം ഈ കാഴ്ചക്കാരായിട്ട് രോഗിയെ കാണാൻ വരുന്ന ഒരു ഫോർമാലിറ്റിക്ക് ആണെങ്കിലും വെറുതെ വന്ന് വിസിറ്റ് ചെയ്യരുത്. അതിൽ കുഞ്ഞുകുട്ടികളെ കൊണ്ടുവരാറുണ്ട്, മുതിർന്ന ആൾക്കാർ വരാറുണ്ട്, ഈവൻ ഗർഭിണികൾ ഈ പറഞ്ഞ പോലെ എല്ലാം വരാം. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റ് ആദ്യം കുറയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളാം, പ്രോപ്പർ ഹൈജീൻ കാര്യങ്ങൾ അത് ഏത് പ്രായക്കാരും ചെയ്യണം. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരെ കാണുന്നത് പോലെ തന്നെ നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോൾ ഒരു ക്രൗഡ്, ഒത്തിരി ആൾക്കൂട്ടമുള്ള ഏരിയകളിലൊക്കെ ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സപ്രസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ കൂടുതൽ എക്സ്പോസ് ആയിരിക്കുക. കാരണം നോട്ട് ഓൺലി ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ജലദോഷപ്പനിയായാലും കോണ്ടാക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ, ഇപ്പം കീമോതെറാപ്പി ഉള്ള വ്യക്തികളാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഇപ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവും, കാരണം ഇമ്മ്യൂണിറ്റി കുറവാണ്. അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന വ്യക്തികൾ, അവർക്കും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉള്ള രോഗാവസ്ഥ ഉള്ളവർ കൂടുതൽ ഈ പകർച്ചപ്പനിയൊക്കെ ഉള്ളപ്പം കൂടുതൽ എക്സ്പോസ് ആയിരിക്കും. ഓവർ ക്രൗഡിങ് ഏരിയ ആൻഡ് വെറുതെ പോയി കാണാൻ പോകുന്ന രീതിയും ഒഴിവാക്കുക. വീട്ടിൽ ആർക്കെങ്കിലും രോഗം ഉണ്ടെങ്കിൽ റൂമിൽ നിന്ന് മാറ്റി കിടത്തുക, അവർ ആ റൂമിൽ കിടക്കാതിരിക്കുക. അപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് ഒരു സന്തുലിതമായ ഒരു കാലാവസ്ഥയല്ല നമുക്കിപ്പോൾ ഉള്ളത്, മാറി മാറി വരുന്ന കാലാവസ്ഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈറസസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരാൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഫോളോ ചെയ്യേണ്ടത്? ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എല്ലാവർക്കും ആവശ്യമാണ്, നോട്ട് ഓൺലി ഫോർ വൈറൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. നമ്മളെ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്രോപ്പർ ഡയറ്റ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഡയറ്റ് വീട്ടിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ആരുമില്ല, എല്ലാം ഹോട്ടലിൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് സ്വിഗ്ഗി എന്നോ സൊമാറ്റോ ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇതൊന്നും ഹെൽത്തി ഡയറ്റ് അല്ല. ദെൻ നമ്മൾ ബോഡിയിൽ നമുക്ക് പറ്റുന്ന അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് സെലക്ഷൻസ് ആർക്കും ഇല്ല.
നമുക്ക് എന്നും കഴിക്കുന്ന ഡയറ്റ് ചിലപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മളൊന്ന് മാറ്റുമ്പോൾ തന്നെ ഡൈജഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ മാറ്റിയും മറിച്ചും വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്യും. ഡൈജഷൻ പ്രോപ്പറല്ല, കാരണം ന്യൂട്രീഷൻ നമുക്ക് പ്രോപ്പറായിട്ട് അബ്സോർവ് ആവില്ല, അത് വേസ്റ്റേജ് ആയി പോവുകയാണ്. പിന്നെ സ്ട്രെസ് ഫാക്ടർ ഇപ്പോൾ വളരെ കൂടുതലാണ് എല്ലാവർക്കും. അപ്പോൾ ഈ സ്ട്രെസ്സ് തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കും. ഇപ്പം എല്ലാ രീതിയിലും ഒരു കുഞ്ഞു കുട്ടി നോക്കി മുതിർന്ന ആൾക്കാർ പോയാലും എല്ലാം സ്ട്രെസ്ഡാണ്. എല്ലാവരും പറയും ഞാൻ ഹാപ്പിയാണെന്ന്, പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പണ്ടത്തെ അപേക്ഷിച്ച് സ്ട്രെസ്സ് കൂടുതൽ, അപ്പോൾ അവിടെയും പ്രതിരോധശക്തി കുറവാണ്. പിന്നെ അഡിക്വേറ്റ് സ്ലീപ്പ്, ഉറക്കം മിനിമം 8 hours എന്ന് പറഞ്ഞാൽ 6 to 8 hours എങ്കിലും ഉറങ്ങിയിരിക്കണം. ഇന്ന് 6 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വളരെ കുറവാണ്. 6 ഞാൻ മിനിമം പറഞ്ഞത്, അപ് ടു 8 ഈസ് ബെറ്റർ, 8 മണി വരെ. അപ്പോൾ ഇത്രയും ഉറങ്ങുന്ന ആൾക്കാർ കുറവ്, കാരണം രാത്രി ലേറ്റ് നൈറ്റാണ്, എല്ലാവരും നൈറ്റ് ലൈഫ് എന്നും പറഞ്ഞ് 2-3 മണി വരെ പോകുന്നു, ദെൻ രാവിലെ വീണ്ടും ഓഫീസിൽ പോകുന്ന ആൾക്കാരാണിപ്പോൾ. സോ അവിടെ ഉറക്കം കുറയാണ്. അപ്പോൾ ഉറക്കമില്ല, പ്രോപ്പർ ഡയറ്റ് ഇല്ല, ദെൻ പ്രോപ്പർ എക്സസൈസ് ചെയ്യുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. ഒൺലി യങ്സ്റ്റേഴ്സ് ഇപ്പോൾ കുറച്ച് ജിമ്മും കാര്യങ്ങളൊന്നും പറഞ്ഞൊക്കെ ഒരു മോട്ടിവേറ്റ് ആയിട്ട് പോകുന്നു. പക്ഷേ എന്നാലും നമുക്ക് എക്സസൈസ് പാറ്റേൺ അത് ചെയ്യുന്നതും അതുപോലെ എക്സസൈസും ഹെൽത്തി എക്സസൈസ് വളരെ കുറവാണ്. എല്ലാവരും പല പൗഡേഴ്സും പല ഇതൊക്കെ ഇട്ടിട്ട് ഹോർമോൺ തെറാപ്പി ഇതൊക്കെ എടുത്താണ് പലരും ചെയ്യുന്നത്. ഇതൊന്നും ഹെൽത്തി എക്സസൈസ് അല്ല. സോ അങ്ങനെ വേറെ ഇഷ്യൂസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് ഇത്രയും ചെയ്യുക, നല്ല ഡയറ്റ് എടുക്കുക, നല്ല ഉറക്കം, സ്ട്രെസ്സ് കുറയ്ക്കുക, ഇത്രയും ചെയ്ത് പിന്നെ പ്രോപ്പർ എക്സസൈസ്, ഇത് തന്നെ നമ്മൾ ഏറ്റവും ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ന്യൂട്രീഷൻ അറിഞ്ഞ് കഴിക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇനി വെജിറ്റബിൾ ഫ്രൂട്ട് കഴിച്ചാലും ഓർത്തുള്ള ഫ്രൂട്ട്സൊക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, പീൽ ചെയ്തിട്ട് മാത്രമേ കഴിക്കാവൂ. വെജിറ്റബിൾസും പ്രോപ്പറായി വാഷ് ചെയ്യണം. ഇതെല്ലാം ഹെൽത്തി അല്ല, എല്ലാത്തിലും കണ്ടാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കെമിക്കൽസൊക്കെ കൊണ്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി യൂസ് ചെയ്യുക, അത്രയും ചെയ്താൽ. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു ഡോക്ടർ. നമുക്ക് പലപ്പോഴും എങ്ങനെ പനിയെ നേരിടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതിനെ പറ്റിയാണ് ഡോക്ടർ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്. വളരെ നന്ദി ഡോക്ടർ. ഇന്നത്തെ കേരള കണക്ട് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പകർച്ചപ്പനികളെ എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ കേരള കണക്ട് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇന്നത്തെ കേരള കണക്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.